സ്നേഹമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകരെ, റേമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം മനസ്സിലായി, ആ ദൈവത്തിലേക്ക് ഞാൻ പോകേണ്ട വഴി ഇത് തന്നെയാണ്. പിന്നീട് സഭ വിശുദ്ധയാക്കി മാറ്റിയതാണ് ജോസഫൈൻ ബക്കീത്ത. അപ്പം ഈ ലൈംഗികമായിട്ടുള്ള രീതിയിൽ ദുരുപയോഗിക്കപ്പെട്ടിരിക്കുന്ന മക്കളോടൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു പറയണമെന്ന് തോന്നുന്നു. അത് ജീവിതത്തിന് ഒരു അവസാനമൊന്നുമല്ല. വിലപ്പിടിപ്പുള്ളത് കിട്ടണമെങ്കിൽ വലിയ വില തന്നെ കൊടുക്കണം. ഇന്ന് മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വിലയാണ്. അതിനനുസരിച്ചുള്ള വില കൊടുത്താലാണ് ഒരു സാധനം കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ മഴ പെയ്താൽ അതിൻ്റെ ഉറവ് ഉണ്ടാകുന്നത് ചിലപ്പോൾ അപ്പുറമായിരിക്കും. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം തൊട്ടപ്പുറമായിരിക്കും. നീ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം അപ്പുറത്താണ് കിട്ടുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മറ്റൊരു മനോഹരമായൊരു വചനവും എന്നാൽ നമുക്കൊരിച്ചിരി പേടിപ്പെടുത്തുന്ന ഒരു വചനം കൂടിയാണ്. ആ വചനം ഇതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം. യേശു ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്ത് എന്നെ അനുഗമിക്കുക. ഇത് ഒരിച്ചിരി ഭയപ്പെടുത്തുന്ന ഒരു വചനം കൂടിയാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ പരിത്യജിക്കുക, കുരിശെടുക്കുക എന്നൊക്കെ പറയുമ്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കിതിൻ്റെ പശ്ചാത്തലം ഒന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഈശോ എന്തിനാണ് ശിഷ്യന്മാരോട് ഇത് പറയുന്നത്? ഇതിന് തൊട്ടു മുമ്പ് നമുക്ക് കാണുന്നത് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമൊക്കെ. വിശുദ്ധ പത്രോസ് പ്രഖ്യാപനം നടത്തുന്നു. അപ്പൊ അങ്ങനെ പത്രോസ് ശ്ലീഹ ഇങ്ങനെ പ്രഖ്യാപനമൊക്കെ നടത്തി കഴിയുമ്പോൾ ഇങ്ങനെ വളരെ ഉന്നതത്തിൽ നിൽക്കുകയാണ്. കാര്യം എന്താ? സ്വർഗത്തിൽ നിന്നും വെളിപാട് കിട്ടിയെന്നൊക്കെയാണ് ഈശോ പത്രോസിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കേട്ട് ഇങ്ങനെ ഞാൻ മഹാനാണെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഈശോ മറ്റൊരു സംഭവം കൂടി അങ്ങോട്ട് പറഞ്ഞു വെക്കുന്നത്. ആ പറഞ്ഞു വെക്കുന്നത് എന്താ? പീഡാനുഭവ പ്രവചനം. അതായത് ഞാൻ പീഡിപ്പിക്കപ്പെടും, കുരിശുമരണം എന്നൊക്കെ പറയുകയാണ്. അപ്പൊ പത്രോസ് ഉടനെ തന്നെ പറയാം, ഇതൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. കാരണം പത്രോസിന് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഈ ശിഷ്യന്മാരെല്ലാം അല്ലെങ്കിൽ യഹൂദരുടെ ഒരു കൺസെപ്റ്റ് വെച്ച് മിശിഹ വരുമ്പം രക്ഷ നേടും. അതെങ്ങനെയുള്ളതാ? ഇങ്ങനെ പീഡകൾ സഹിച്ച് വേദനകൾ സഹിച്ച് കുരിശു വഹിച്ചൊന്നുമല്ല. പക്ഷെ ഈ റോമാ സാമ്രാജ്യത്തിൽ നിന്നും അവർക്ക് മോചനം നേടിക്കൊടുക്കും, ഇങ്ങനെ ഒരു ചിന്തയാണ്. അപ്പം ഇങ്ങനെ പീഡ അനുഭവിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചൊന്നും അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ പത്രോസിന്റെ ചിന്ത അല്ലെങ്കിൽ പത്രോസിന്റെ എല്ലാ സ്വപ്നങ്ങളും ചീട്ടുകൊട്ടാരം പോലെ വീണ ഒരു സമയത്താ ഈ ഈശോ പീഡാനുഭവ പ്രവചനം പറയുമ്പം ഈ ചീട്ടുകൊട്ടാരം പോലെ എല്ലാം വീണു. അപ്പോഴാണ് പത്രോസ് ഈശോയെ തടസ്സം നിർത്തി പറയുകയാണ്, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പം പിന്നീട് ഈശോ കൂട്ടിച്ചേർക്കുകയാണ്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 2 കാര്യങ്ങൾ വേണം. 1 സ്വയം പരിത്യജിക്കണം, 2 കുരിശു വഹിക്കണം. ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇത് രണ്ടും കൂടാതെ ഒരാൾക്കും, ഒരു ക്രിസ്ത്യാനിക്കും ക്രിസ്തു ശിഷ്യനാവാൻ സാധിക്കാൻ പറ്റില്ല. അതങ്ങനെയാ. ഇത് രണ്ടും വേണം. സ്വയം പരിത്യജിക്കുകയും വേണം, കുരിശു വഹിക്കണം. ഈ ഒരു വചനഭാഗം തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ 16-ാം അധ്യായത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഈശോയുടെ പൂർണ്ണ ദൈവത്വവും അതേപോലെ തന്നെ പൂർണ്ണ മനുഷ്യത്വവും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ഇത് ശിഷ്യന്മാർക്ക് വേണ്ട രീതിയിൽ മനസ്സിലാകുന്നില്ല. ശിഷ്യപ്രമുഖനാണല്ലോ പത്രോസ്. പത്രോസ് ആദ്യം പറയുന്നുണ്ട്, നീ ദൈവമാണ്, ഈശോയുടെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം പറയുന്നു, ദൈവാത്മാവാണ് നിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ഈശോ പറഞ്ഞ് അവനെ ഒത്തിരി ശ്ലാഘിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈശോയുടെ ദൈവത്വത്തിൻ്റെ ഭാഗം തന്നെയാണ്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും പീഡകളെ കുറിച്ചൊക്കെ നമ്മൾ മാനുഷികമായിട്ടുള്ളതല്ലേ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ ഈശോ പീഡാസഹനത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ഇതരുത്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, നിന്റെ ചിന്ത സാത്താനികമാണ്, തിന്മയാണ്, അല്ലെ സാത്താനാണ് നിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒരു സമയം അവനിൽ ദൈവാത്മാവ്, മറ്റത് തിന്മയുടെ ആത്മാവെന്ന് പറയുന്നത്. അപ്പം ഈ പീഡകളും കുരിശുമരണവും സഹനങ്ങളും ഒന്നും ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഇല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അത് വലിയ പ്രലോഭനമാണ്. അത് തിന്മയിൽ നിന്നാണ്, പിശാചിൽ നിന്നാണ്. ചിലപ്പോൾ ഈ നമ്മൾ പ്രോസ്പെരിറ്റി ഗോസ്പലിനെ കുറിച്ചൊക്കെ പറഞ്ഞു, എല്ലാം ഐശ്വര്യം മാത്രമേ വരത്തുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ എല്ലാം ഐശ്വര്യമായിരിക്കും. ഒരിക്കലും അല്ല. കുരിശു എടുത്ത് പിന്നാലെ വരാൻ. അതുകൊണ്ടല്ലേ നമ്മുടെ വിൻസെന്റ് സഭയുടെ ഒരു ആശ്രമം ഇപ്പൊ നമ്മള് നേപ്പാളിലൊക്കെ തുടങ്ങിയല്ലോ. അപ്പൊ സമയത്ത് നമ്മുടെ സീനിയർ അച്ഛൻ പറഞ്ഞ കാര്യം, അവരവിടെ ആദ്യം ചെല്ലുമ്പോൾ ഈശോയുടെ രൂപം എടുത്തു വെച്ചു, കുരിശു രൂപം എടുത്തു വെച്ചപ്പോൾ അവരതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു ദൈവമാണോ, ദൈവം ഇതാണ് നമ്മുടെ ദൈവം എന്ന് പറയുമ്പോൾ കുരിശി കിടക്കുന്ന ഈശോയ്ക്ക് വസ്ത്രമില്ല, പിന്നെ ആണികളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഇതാണോ ദൈവം. ദൈവം എന്ന് പറയുന്ന ഒരു കാര്യത്തെ നേരെ ഓപ്പോസിറ്റായിട്ട് അവതരിപ്പിച്ച വ്യക്തിയാണ് ഈശോ, ദൈവത്തിൻ്റെ ഒരു കോൺസെപ്റ്റിനെ.
അപ്പം അതുകൊണ്ടാണ് പല വ്യക്തികൾക്കും അംഗീകരിക്കാൻ പറ്റാത്തത്. സഹനം ഒരിക്കലും പറ്റില്ല. ദുഃഖങ്ങളൊന്നും ദൈവത്തെ അനുഗമിക്കുന്നത് പറ്റിയതില്ല. ദൈവത്തെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അച്ഛൻ പറഞ്ഞോളം പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ ഒരു പ്രശ്നം അവിടെ കിടപ്പുള്ളത് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട്. ആ ഇല്ലായ്മകളും ത്യാഗങ്ങളൊക്കെ ഇതിൻ്റെ വഴിക്കുള്ളതാണ് എന്നുള്ളൊരു കാര്യം. ജോസഫൈൻ ബക്കീത്ത എന്ന വിശുദ്ധയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു അടിമ വിശുദ്ധയായി മാറിയതാണ് ജോസഫൈൻ ബക്കീത്ത. ആഫ്രിക്കൻ യുവതിയാണ്. അപ്പം നമുക്കറിയാം ആഫ്രിക്കക്കാരെ പലരും അടിമകളായിട്ട് കൊണ്ടുപോയി. ആ അടിമകളുടെ സ്ഥിതിയൊക്കെ നമുക്കറിയാം. അപ്പം ഈ ജോസഫൈൻ ബക്കീത്ത ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു. അത് സെക്ഷുവലിയും സഹിച്ചിട്ടുണ്ട്, ഫിസിക്കലിയും, അതായത് അടി ഇടി എല്ലാം. അങ്ങനെ അങ്ങനെ ജോസഫൈൻ ബക്കീത്ത ഈ പീഡകളെല്ലാം സഹിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മുതലാളിയുടെ അടുത്ത് നിന്ന്, യജമാനന്റെ അടുത്ത് നിന്ന് ഓടിപ്പോയി ജോസഫൈൻ ബക്കീത്ത പിന്നീട് കാണുന്നത് ഒരു ദൈവത്തെ കാണുന്നത് കുരിശിൽ കിടക്കുന്ന ഒരു ദൈവത്തെ. ഒരിക്കലും ജോസഫൈൻ ബക്കീത്ത കണ്ടിട്ടില്ല. കുരിശിൽ കിടക്കുന്ന ഈ ദൈവത്തെ കണ്ടപ്പം എന്നെ പോലെ ഇതുപോലെ പീഡ അനുഭവിച്ച ഒരു ദൈവം ഉണ്ടോ? അതിൽ നിന്നും ജോസഫൈൻ ബക്കീത്ത ആകെ മാറോ. പിന്നീട് ജോസഫൈൻ ബക്കീത്ത തിരിച്ചുപോയി ആ പീഡകളൊക്കെ സന്തോഷത്തോടെ ഏറ്റെടുക്കുക. അതായത് എന്നെ പോലെ തന്നെ പീഡ അനുഭവിച്ച് കുരിശിൽ ഒരു തുണി പോലും ഇല്ലാതെ കിടക്കുന്ന ഒരു ദൈവം. അപ്പൊ മനസ്സിലായി ആ ദൈവത്തിലേക്ക് ഞാൻ പോകേണ്ട വഴി ഇത് തന്നെയാണ്. പിന്നീട് സഭ വിശുദ്ധയാക്കി മാറ്റിയതാണ് ജോസഫൈൻ ബക്കീത്ത. ഞാൻ ഈ കാര്യത്തോട് തന്നെ കൂട്ടിച്ചേർത്ത് ഒരല്പം ബുദ്ധിമുട്ടുള്ളേറിയ കാര്യമാണ്, നമുക്കതിനെ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ജോസഫൈൻ ബക്കീത്ത വിശുദ്ധയായി അല്ലേ? പക്ഷെ ആള് സെക്ഷുവലിയും ഹരാസ്മെന്റിലൂടെ കടന്നുപോയിട്ടുണ്ടല്ലേ? എന്നിട്ടും അവൾ വിശുദ്ധയായി. പക്ഷെ നമ്മുടെയൊക്കെ ഇന്നത്തെ ചിലപ്പോൾ ഒത്തിരി കുട്ടികൾ ഇപ്പം ഈ കൗൺസിലിങ്ങിനും ഒക്കെ വരുന്നവർ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നാളുകളിൽ ആരിൽ നിന്നെങ്കിലും ഇങ്ങനത്തെ ഒരു മുറിവ്, അതായത് ലൈംഗികമായിട്ടുള്ള രീതിയിൽ ഒരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം തകർന്നു പോവുക. ആ ഒറ്റ സംഭവം കൊണ്ട് ചിലപ്പോൾ എല്ലാവരോടും ദേഷ്യം, ചിലപ്പം പുരുഷന്മാരോട് ദേഷ്യം, ജീവിതം അവസാനിപ്പിക്കും, എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിക്കും. പക്ഷെ ഈ ഒരു യുവതി, അതുപോലെ തന്നെ വിശുദ്ധ ആഗ്നസ്, അല്ലെന്നുണ്ടെങ്കിൽ മരിയ ഗൊരേത്തി, ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇതേ രീതിയിലുള്ള കുരിശുകൾ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഈ കുരിശുകളിൽ പോലും ഈ പീഡകളൊക്കെ ഏൽക്കുമ്പോഴും ഈ തിന്മ അവരെ കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പോലും ക്രിസ്തുവിൻ്റെ കുരിശിൽ അവരൊരു ഉയർപ്പ് കാണും. കാര്യം ഞങ്ങളെപ്പോലെ പീഡിപ്പിക്കപ്പെട്ടവൻ, നഗ്നനാക്കപ്പെട്ടവനാണ്, സ്വന്തം ശരീരത്തിൽ പീഡകളേറ്റവനാണ്. അപ്പം ഈ ലൈംഗികമായിട്ടുള്ള രീതിയിൽ ദുരുപയോഗിക്കപ്പെട്ടിരിക്കുന്ന മക്കളോടൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു പറയണമെന്ന് തോന്നുന്നു. അത് ജീവിതത്തിൻ്റെ ഒരു അവസാനമൊന്നുമല്ല. ശരിയാണ്, നിയമപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കണമായിരിക്കാം. പക്ഷേ അതിൻ്റെ മുറിവിൽ ജീവിക്കാൻ പാടില്ല. ഈ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. അത് ഏത് രീതിയിലുള്ള മുറിവുകളാണെങ്കിലും അതിനെ ഹീല് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ദൈവമുണ്ട്. ഈ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, പോപ്പുലർ മിഷൻ ധ്യാനത്തിന് ഹൗസ് വിസിറ്റിംഗ് ഉണ്ടല്ലോ, നമ്മുടെ അച്ഛന്മാർ നടത്തുന്ന ധ്യാനമാണ്. അതിനൊരു ഹൗസ് വിസിറ്റിംഗ് പരിപാടി ഉണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഒരു ചേച്ചി തൻ്റെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭർത്താവിനെ കുറിച്ചുള്ള ഒരു പ്രശ്നം, അത് കഴിഞ്ഞ് മക്കൾ പഠിക്കുന്നില്ല, അവരിന്ന രീതിയിൽ പോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ അമ്മച്ചിക്ക് ഒത്തിരിയേറെ സഹനങ്ങളുണ്ട്. എന്നിട്ട് ആ അമ്മച്ചി അവസാനമായിട്ട് പറഞ്ഞു തീർക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവ് ഒറ്റ കുരിശേ ചുമന്നുള്ളൂ, പക്ഷെ ഞാനിപ്പോൾ 5-6 കുരിശ് ഒരുമിച്ച് ചുമക്കുക എന്ന് അമ്മച്ചി പറഞ്ഞു. അപ്പം നമ്മളെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എത്രയേറെ സഹനങ്ങളുണ്ടെങ്കിലും അത്രയേറെ സഹനങ്ങൾ ചുമക്കാനുള്ള ഒരു ശക്തി കർത്താവ് തരുന്നുണ്ട് എന്നതാണ് നമ്മൾ ഈ ക്രിസ്തീയ ജീവിതത്തിലെ സഹനങ്ങളും കുരിശുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ തിരിച്ചറിയേണ്ടത്. അതായത് പൗലോസ്ലീഗയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിനക്കെൻ്റെ കൃപ മതി. അപ്പോൾ ആ കൃപയുണ്ടെങ്കിൽ എത്ര വലിയ കുരിശായിക്കോട്ടെ, എത്ര വലിയ പാറയായിക്കോട്ടെ, വിശ്വാസം മതി ആ മലയോട് പറയാ, മല ഇവിടെ നിന്നും ആ കടലിൽ ചെന്ന് വീഴുമെന്നാണ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ആ വിശ്വാസമുണ്ട്. എനിക്ക് എത്ര വലിയ കുരിശ് വന്നാലും, എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും, എത്ര വലിയ സഹനം എൻ്റെ കുടുംബത്തിൽ വന്നാലും അത് ചുമക്കാനായിട്ട് ഒരു ശക്തി തരുന്ന കർത്താവുണ്ട് എന്നൊരു വിശ്വാസം അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിനെ അനുഗമിക്കാനുള്ള ഒരു സ്പിരിറ്റ് നമുക്കുണ്ടാവും. അതാണ് ഈ ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ധൈര്യം എന്ന് പറയുന്നത്. എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എത്ര വലിയ കഷ്ടപ്പാടുണ്ടെങ്കിലും അത് ചുമക്കാനുള്ള ഒരു ശക്തി നൽകുന്ന ദൈവം കൂടെയുണ്ട്. ഈ കുരിശ് എടുക്കുമ്പോ അത് എങ്ങനെ എടുക്കണം എന്നാ, സ്വയം പരിത്യജിച്ചെടുക്കണം എന്നാ. അപ്പൊ അച്ഛൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ ഇങ്ങനെ ലൈംഗികമായി പീഡിക്കപ്പെട്ടു, അത് ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മള് സെക്ഷുവൽ മാത്രമല്ല, ഫിസിക്കലി അബ്യൂസ്, അല്ലെങ്കിൽ ഇനി ഉപേക്ഷിക്കപ്പെട്ടവരുണ്ടല്ലോ, മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോകുന്നവര്, അതൊക്കെ ഒരു മുറിവ് തന്നെയാണ്. മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോകും. ഇവിടെ എല്ലാം ഈ സ്വയം പരിത്യജിക്കുക എന്നതിന്റെ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണ് ഈ സ്വയം പരിത്യജിക്കുക? അത് നമുക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നെ ആരെങ്കിലും, ഞാൻ ചെയ്യാത്ത തെറ്റിന്
എന്നെ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായി നമ്മൾ അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്? നമുക്ക് വലിയ വേദനയുണ്ടാവും, നമുക്ക് വേദനയുണ്ടാവും, നമ്മൾ അതിനെതിരെ പ്രതികരിക്കും. തീർച്ചയായും. ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഡീഫമേഷൻ കേസ് ഫയൽ ചെയ്യും. ഡീഫമേഷൻ കേസ് ഫയൽ ചെയ്യും. അത് വളരെ സാധാരണമാണല്ലോ ഇപ്പം. പ്രത്യേകിച്ച് നമ്മൾ രാഷ്ട്രീയം ഇതിലൊക്കെ കാണുന്നതാണ്. 1 കോടിക്ക് ഫയൽ ചെയ്യുക. ചെയ്യണ്ട വേണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷേ ഈ പരിത്യജിക്കുക എന്ന് പറയുമ്പം എന്താണ് അവിടെ ചെയ്യേണ്ട ഒരു കാര്യം? ഓക്കെ, ഇതെന്റെ ദൈവം അറിഞ്ഞുകൊണ്ട് വരുന്നതാണ്, ഞാൻ മാറിക്കൊടുക്കണം, ഞാൻ അത് സ്വീകരിക്കണം. ശരിയാണ്, ഞാനത് സ്വീകരിക്കുമ്പം എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിതനാകും, ചീത്തപ്പേരുണ്ടാവും, സൽപ്പേര് നഷ്ടപ്പെടും, ഇതൊക്കെ സംഭവിക്കും. പക്ഷേ ഞാനത് മനസ്സിലാക്കി, എൻ്റെ ദൈവം ഇതൊക്കെ സ്വീകരിച്ചവനാണ്, അത് മനസ്സിലാക്കി ഞാൻ അതിൽ നിന്ന് ഒരു ക്ഷമയുടെ മേഖലയിലേക്ക് അതാണ് പരിത്യാഗം. അതാണ് പരിത്യജിക്കുക, സ്വയം പരിത്യജിക്കുക എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം നമ്മൾ നിയമപരമായി ഒന്നും പോകരുത് എന്നുള്ളതല്ല. നിയമപരമായി പോകുമ്പോഴും എന്റെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു കാര്യം, നമുക്കത് മുറിവായിട്ട് മാറുകയോ അതിന്റെ പേരിൽ നമ്മൾ ആർക്കെങ്കിലും മുറിവ് കൊടുക്കുകയോ ചെയ്യാതെ തന്നെ അതിനെ നേരിടാൻ വേണ്ടി ക്രിസ്ത്യാനിക്ക് കഴിയണം. മുറിപ്പെട്ട വ്യക്തിയാണല്ലോ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നത്. അപ്പൊ വൂണ്ടഡ് ആനിമൽ ഈസ് മോർ ഡേഞ്ചറസ് ദാൻ ആൻ ഓർഡിനറി ആനിമൽ എന്നറിയാം. മുറിവേറ്റ മൃഗമാണ് ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയ സാധനം. അപ്പൊ ഈ മുറിവ് ഉണങ്ങാതെ കടന്നാൽ നമ്മൾ പോകുന്നിടത്തെല്ലാം ഇതിങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. അതായത് പൂർവ്വ യൗസേപ്പിന്റെ ചരിത്രം ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. 50-ാം അധ്യായം 20-ാം തിരുവചനം, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി. ശരിയാണ്, നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ, തിരസ്കരിക്കപ്പെടുമ്പോൾ, നമ്മുടെ മേലെ ഒത്തിരിയേറെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുമ്പോൾ നമുക്ക് വേദനയാണ്, നമ്മൾ പ്രതികരിക്കുമായിരിക്കും. പക്ഷേ ഈ നമ്മുടെ മേലെ ചെയ്ത തീർച്ചയായിട്ടും മറ്റുള്ളവർ ചെയ്ത ചിലപ്പോൾ തിന്മയായിരിക്കും, പക്ഷെ ഈ തിന്മയെ നന്മയാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത്. അവൻ ഇത് കണക്ക് തന്നെ എല്ലാ പരിത്യജിക്കലും തെറ്റിദ്ധാരണകളിലൂടെയും ഒറ്റുകൊടുക്കലിലൂടെയും തള്ളിപ്പറയലിൻ്റെ അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോയാനാണ്. പക്ഷെ അവൻ അതൊരു ഉത്ഥാനത്തിലേക്ക് കടന്നു വന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും. അതുകൊണ്ടാണ് ജോസഫിന്റെ ജീവിതത്തിൽ പറയുന്നത്, അവൻ മൂലം പൊത്തിഫറിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു, അവൻ മൂലം ഈജിപ്തിനെ അനുഗ്രഹിച്ചു. അത് അവസാനം ഈജിപ്തിന്റെ സെക്കൻഡ് ഭരണാധികാരിയായിട്ട് അവൻ മാറി, അല്ലെ ഗവർണറായിട്ട് മാറുകയാണ്. അപ്പം കുരിശുമായിട്ട് നമ്മൾ നടക്കുന്നതിനെ ഓർത്ത് വേദനിക്കേണ്ട കാര്യമില്ല, അല്ലെ മറ്റുള്ളവരാരെങ്കിലും നമ്മളോട് തിന്മ ചെയ്യുന്നതിനെ ഓർത്ത് നമ്മൾ വേദനിക്കേണ്ട കാര്യമില്ല. മറിച്ച് നമ്മുടെ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ അവൻ തരുന്ന കുരിശാണിത്. അവൻ തരുന്ന കുരിശാണ് അത്. ചുമക്കാനുള്ള തോളിന് ഒരു ശക്തി തരാനും, തീർച്ചയായിട്ടും നമ്മൾ കുരിശിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് തോളിലാണല്ലോ ചുമക്കേണ്ടത്. അത് നമ്മുടെ തോളിനെ ശക്തിപ്പെടുത്തുക. അതാണ് ജോസച്ചൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞത്. നമ്മളുടെ പ്രാർത്ഥന വഴി ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. ഭാരം എടുത്ത് മാറ്റുകയല്ല, കുരിശെടുത്ത് മാറ്റുകയല്ല, ഈ കുരിശ് ചുമക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം. ഈ സുവിശേഷത്തിൽ പറയുന്ന ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നതിൽ അവൻ തന്നെ പരിചയം. അപ്പൊ അവൻ പറഞ്ഞതുപോലെ ചെയ്യണമെന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ആണ് ഈശോ ചെയ്ത കാര്യം നമ്മൾ ചെയ്യണം. ഇമിറ്റേഷനാണ്. നമ്മളിൽ എപ്പോഴും നടക്കുന്ന ഒരു വെനറേഷനാണ്, ഒരു അനുകരണമല്ല, മറിച്ചൊരു വെനറേഷൻ മാത്രമാണ് നടക്കുന്നത്. ഇപ്പൊ ഒരു വിശുദ്ധനെ നമ്മൾ വെനറേറ്റ് ചെയ്യുന്നുള്ളൂ, നമ്മൾ അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഇപ്പൊ പെഡസ്റ്റൽ സിംഡ്രം എന്നൊക്കെ പറയും. അതായത് ഇപ്പൊ പുറകെ നടക്കും, ഇപ്പൊ ആരാധിക്കുന്നു സിനിമാ നടന്മാര്, സിനിമാ നടിമാര്, അവരവിടെ ഉണ്ട്, ആരാധിക്കും, ഭയങ്കര ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ അവരെയാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ കർത്താവിന്റെ കാര്യത്തിൽ വരുമ്പോൾ നേരെ തിരിച്ചാണ്. കർത്താവിനെ നമ്മൾ വെനറേറ്റ് ചെയ്യല്ല, മറിച്ച് ഇമിറ്റേറ്റ് ചെയ്യാണ്, നമ്മൾ അനുകരിക്കുകയാണ്. അനുകരിക്കാൻ പറയുമ്പോൾ അതിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്ക് വേണ്ടി മരിച്ചൊരു ക്രിസ്തു ഉണ്ട്, അവൻ പറഞ്ഞതുപോലെ കുരിശെടുക്കാൻ പറഞ്ഞൊരു ക്രിസ്തു ഉണ്ട്. നമ്മൾ അങ്ങനെ രീതിയിൽ നമ്മൾ എടുക്കാം. ഈശോ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഈശോ പറഞ്ഞ കാര്യങ്ങളൊന്നും പറ്റാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പറ്റുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളൊക്കെ. തോമസ് മാർട്ടൻ നമ്മുടെ പുരോഹിതർക്ക് ഒരു ഗ്രേറ്റസ്റ്റ് മിസ്റ്റിക് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സന്യാസിയാണ്. ഈ തോമസ് മാർട്ടൻ പുരോഹിതരോടാണ് യഥാർത്ഥത്തിൽ അത് പറയുന്നത്. ഡോണ്ട് ട്രൈ ടു ബി ലൈക്ക് ജീസസ് ബട്ട് ബി ജീസസ്. ഇന്ന് നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്താ? യേശുവിനെ പോലെ ആകാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അതിനല്ല നമ്മൾ വിളിക്കപ്പെട്ട യേശു ആകുക. ഈ ലൈക്ക് അല്ല ഇപ്പൊ വേണ്ടത്, ലൈക്ക് ടു ബി ലൈക്ക് അല്ല, ബി. അതിന് വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞതാണ്, ഈ ടു ബി ലൈക്ക് ജീസസ് എന്ന് പറയുമ്പോൾ അതൊരു മാതൃക ഇങ്ങനെ വെച്ച് നമ്മളെ വെനറേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ബി ജീസസ്, അവനെ പോലെ ആകണം. അവിടെയാണ് ഈ പരിത്യാഗം. കാരണം ക്രിസ്തുവിന്
വേണമെങ്കിൽ വാദിച്ച് ജയിക്കാമായിരുന്നു. അവൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞാൽ പിതാവായ ദൈവം എത്ര മാലാക വൃന്ദങ്ങളെ അയക്കും. അവൻ അതിനെല്ലാം പോസിബിലിറ്റി ഉണ്ട്. ഇത് ഞാൻ പറയുമ്പം എൻ്റെ മനസ്സിൽ വരുന്ന ചെറിയൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പം ഒരു 100 മീറ്റർ, ആൽഫനച്ചൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഒരു 100 മീറ്റർ വളരെ നാരോയാ, ചെറുതാണ്, 2 വണ്ടികൾ പോകില്ല. അപ്പം നമ്മളെങ്ങനെയാണെന്ന് വെച്ചപ്പം, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുവാണെങ്കിൽ നന്നായി ഹോൺ അടിച്ച് വരും. അപ്പം അപ്പുറത്തെ ഒരു തിരിഞ്ഞ് വണ്ടി വരാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ എന്നിരുന്നാലും ചില സമയത്ത് ചിലവർക്ക് ധൃതി കൂടുമ്പം നമ്മൾ എത്ര ഹോൺ അടിച്ചാലും അവർ കയറി വരും. ഈ കയറി വന്ന് ചിലപ്പോൾ ഞാൻ 3/4 വഴി വന്നിട്ടുണ്ടാവും, മറ്റേ ആൾ 1/4 വഴിയേ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പം സ്വാഭാവികമായി നമ്മൾ എങ്ങനെയാ ചിന്തിക്കുക? അവൻ പിന്നോട്ട് പോകണം. എൻ്റെ അഭിമാനത്തെ വളരെയധികം ക്ഷതമേൽക്കുന്ന ഒന്നാണ് ഞാൻ പുറകോട്ട് പോവുക എന്നുള്ളത്. പക്ഷെ ആ സമയത്ത് ഞാനൊന്ന് ചിന്തിക്കുകയാണ്, ഞാനൊന്ന് പുറകോട്ട് പോയാലോ? ന്യായവും നീതിയും ഒക്കെ എൻ്റെ ഭാഗത്ത് തന്നെയാണ്. ക്രിസ്തുവിന്റെ ഭാഗത്താണ് എല്ലാ ന്യായവും നീതിയും ഉണ്ടായിരുന്നത്. പക്ഷെ അവൻ ന്യായവും നോക്കിയില്ല, നീതിയും നോക്കിയില്ല. അവൻ പതുക്കെ പുറകോട്ട്. അതുപോലെ ചിന്ത അവൻ വളരെ അപ്പൊ ഞാനൊന്ന് പുറകോട്ട് പോയാൽ അതാണ് പരിത്യജിക്കുക എന്ന് പറയുന്നത്. അവിടെ അത്ര എളുപ്പമൊന്നുമല്ല. നമ്മുടെ വൈദിക ജീവിതത്തിലേക്ക് വരുമ്പോൾ അനുസരണത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമല്ലോ, അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ചെയ്ത കാര്യം ഇതാ. അവന് എവിടെ വേണമെങ്കിലും വാദിക്കാമായിരുന്നു. അവന് രക്ഷപ്പെടാൻ പല വഴികളും ഉണ്ടായിരുന്നു. നീതി അവന്റെ മുമ്പിലാണ്, ന്യായം അവന്റെ മുമ്പിലാണ്. ഈശോയുടെ ഒരു പ്രത്യേകത, അവന് വേണ്ടിയിട്ട് ഒരിക്കലും വാദിച്ചിട്ടില്ല. ഇല്ല, ഈശോ തനിക്ക് വേണ്ടി ഒരു ന്യായീകരണവും നിരത്തിയിട്ടില്ല. പക്ഷെ ഈശോ ന്യായീകരിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട്, വ്യഭിചാരിണിയായിട്ടുള്ള സ്ത്രീക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്, അല്ലെന്നുടെ ചുങ്കക്കാർക്ക് വേണ്ടിയിട്ട്, പാപികൾക്ക് വേണ്ടിയിട്ട് അവൻ ന്യായീകരിച്ചിട്ടുണ്ട്. അപ്പം നമ്മളും ക്രിസ്ത്യാനികൾ തീർച്ചയായിട്ടും ആ ക്രൂശിതനെ അനുഗമിക്കേണ്ടവരാ അല്ലേ? നമുക്കൊരു പാട്ട് പാടിയാലോ? കുറച്ചു നേരമായില്ലേ നമ്മൾ പറയാൻ തുടങ്ങിയിട്ട്. കുരിശുമാ നിന്റെ കൂടെ വരാ, ക്രൂശിതനാഥ കനിയണമേ, തിരുമുറിപ്പാടുകൾ ഏറ്റുവാങ്ങുവാൻ തിരുനാഥനിൽ തെളിയണമേ. കുരിശുമായി നിന്റെ കൂടെ വരാ, ക്രൂശിതനാഥ കനിയണമേ, തിരുമുറിപ്പാടുകൾ ഏറ്റുവാങ്ങുവാൻ തിരുനാഥനിൽ തെളിയണമേ. ഈശോയുടെ ആ ഒരു വഴിയെ, അതിന്റെ കുരിശു എടുത്തൊക്കെ അനുഗമിക്കേണ്ടവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ഈ പാട്ട് പാടിയപ്പോഴാണ് ഒരു ചെറിയ ചിന്ത മനസ്സിലേക്ക് വന്നത്. അതായത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും ഈശോ കുരിശ് ചുമന്ന് കാൽവരി മലയിലേക്കാണ് പോയത് എന്ന്. അതേ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിനോടൊപ്പം നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ഈ കുരിശുമായിട്ട് അവൻ നമുക്ക് വേണ്ടി സ്വർഗരാജ്യത്തിലേക്കാണ് പോയി എന്നൊരു ചെറിയ ചിന്ത നമുക്ക് ചിന്തിക്കാം. കാരണം ഒരു വിശുദ്ധ എഴുതി വയ്ക്കുന്നുണ്ട്, വിലപിടിപ്പുള്ളത് കിട്ടണമെങ്കിൽ വലിയ വില തന്നെ കൊടുക്കണമെന്ന്. മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വിലയാണ്. അതിനനുസരിച്ചുള്ള വില കൊടുത്താലാണ് ഒരു സാധനം കിട്ടത്തുള്ളൂ. സ്വർഗരാജ്യം എന്ന ഒരു രാജ്യം നമുക്ക് വേണ്ടി സജ്ജമാക്കാനായിട്ട് വലിയ ഒരു വില കൊടുത്ത ക്രിസ്തു നമുക്ക് മാതൃക നൽകിയെങ്കിൽ, സ്വർഗരാജ്യം നേടാനായിട്ട് ഓരോ ക്രൈസ്തവരും അത്ര തന്നെ വില കൊടുക്കണം. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരിശുകളൊക്കെ ചുമന്നാൽ മാത്രമാണ് ഈ സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നുള്ളൂ, സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ പെടുന്നുള്ളൂ. അപ്പോൾ ഈ കുരിശുകൾ ഉപേക്ഷിച്ചിട്ടുള്ള യാത്രയല്ല സ്വർഗരാജ്യത്തിലേക്കുള്ളത്, മറിച്ച് കുരിശുകളോട് കൂടെ തന്നെയുള്ള ഒരു യാത്രയാണ് സ്വർഗരാജ്യത്തിലേക്കുള്ളത് എന്ന് ഈ ഗാനം പെട്ടെന്ന് ഒരു ചിന്ത നൽകി. ഇല്ലത്തുപറമ്പലച്ചൻ, മാത്യു ഇല്ലത്തുപറമ്പലച്ചൻ, പഴയ റക്ടർ, മംഗലപ്പുഴയുടെ സെമിനാരി റക്ടറിന്റെ ഒരു പുസ്തകത്തില് ഈ കുരിശിന്റെ വഴിയെ കുറിച്ച് പറയുമ്പം അതിനകത്ത് 5ാമത്തെ സ്ഥലം ഏതാ? ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. അപ്പം ഈശോ അനുവദിക്കുകയാണ് ശിമയോനെ ആ കുരിശെടുക്കാൻ. ഈശോയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ഏതായാലും ഞാനാണ് അവിടെ പോയി തൂങ്ങിച്ചാകാൻ പോകുന്നത്, നീയല്ല, പിന്നെ നീ എന്തിനെടുക്കുന്നത്, ഞാൻ പോയി ചത്തോളാന്ന് വേണമെങ്കിൽ. പക്ഷേ ഈശോ ഒരക്ഷരം മിണ്ടാതെ ശിമയോൻ അത് എടുക്കാൻ അനുവദിക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ എഴുതി വെക്കുന്ന ഒരു കാര്യം, ഇതിലൂടെ ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്.
ഈ കുരിശ് ചുമക്കേണ്ടത് ഞാനല്ല, നീയാ. നിന്റെ കുരിശാണ് ഞാനിപ്പോൾ ചുമന്നത്. അപ്പം നമ്മുടെ കടമയാണ് കുരിശ് ചുമക്കുക എന്നുള്ളത്. അത് എല്ലാ ദിവസവും ലൂക്കായുടെ സുവിശേഷത്തിൽ പോകുകയാണെങ്കിൽ ഇതേ വചനത്തെക്കുറിച്ച് പറയുന്നത് അനുദിനം നിന്റെ കുരിശെടുത്ത് തന്നെ അനുഗമിക്കാനാണ്. അപ്പം എല്ലാ ദിവസവും നമ്മൾ കുരിശെടുത്ത്, അത് നമ്മുടെ കടമയാണ്, നമ്മൾ അതെടുത്ത് ഈശോയെ അനുഗമിക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഈ ശിമയോന്റെ കാര്യം പറയുമ്പം അതിനെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു വചനവും കൂടെ ഉണ്ട്. ഈ ശിമയോൻ കുരിശെടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾ അനുഗ്രഹീതരായി. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവാന്ന് പറയുന്നുണ്ട്. ഇവര് സഭയിൽ പിൽക്കാലത്ത് മെത്രാന്മാരായി മാറിയെന്നാണ്. അപ്പൊ മാതാപിതാക്കൾ എടുക്കുന്ന സഹനങ്ങൾക്കുമൊക്കെ അല്ലെ, നമ്മുടെയൊക്കെ മാതാപിതാക്കള് എത്ര സഹനങ്ങളിലൂടെയാ. ആൽഫിനച്ഛൻ്റെ ആണെന്നുണ്ടെങ്കിലും പപ്പ മരിച്ചു പോയതിനു ശേഷം അമ്മയാണ് ഈ ഭാരമൊക്കെ എടുത്ത് ഒരാളെ വൈദികനാക്കിയത്, മറ്റൊരു മകനെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ നമ്മുടെ മാതാപിതാക്കൾ എടുക്കുന്ന ത്യാഗത്തിന് വലിയൊരു വിലയുണ്ട്. ഇതോടുകൂടി ചേർത്ത് വെക്കാവുന്ന നമ്മുടെ ഒരു ബാച്ചുകാരൻ അച്ഛൻ ജുഡീഷ് എന്ന് പറഞ്ഞ അച്ഛനുണ്ട്. അച്ഛൻ്റെ അപ്പച്ചൻ പുള്ളി സെമിനാരി ചേർന്ന വർഷത്തിന്റെ ആദ്യ വർഷം മുതൽ എല്ലാ വെള്ളിയാഴ്ചയും ഈ അച്ഛന് വേണ്ടിയിട്ട്, ബ്രദറിന് വേണ്ടിയിട്ട് ഉപവാസം എടുക്കും. അപ്പൊ പുള്ളി സാധാരണ നമ്മള് 11 വർഷമാണ് അച്ഛനാവേണ്ടത്. ഈ ജുഡീഷ് അച്ഛന് ഹയർ സ്റ്റഡീസിന് പോയതുകൊണ്ട് 14-15 വർഷം എടുത്തു അച്ഛനാ. അപ്പൊ 15 വർഷവും തുടർച്ചയായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ഈ അപ്പച്ചൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അതിന്റെ ഒരു അനുഗ്രഹം മകനുണ്ടായിട്ടുണ്ട് പൗരോഹിത്യത്തില്. അപ്പൊ അച്ഛൻ പറയും, എൻ്റെ പൗരോഹിത്യം എൻ്റെ അപ്പൻ്റെ ഉപവാസത്തിന്റെ കൂടിയും വിലയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞതിനോട് ചേർത്ത് വയ്ക്കുക, വില കൊടുത്താലാണ് വിലയുള്ളത് കിട്ടുള്ളൂ. ഭാരപ്പെടുന്ന വസ്തുക്കൾ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിലും ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതെല്ലാം ഒരു അനുഗ്രഹമായിട്ട് മാറും. നമ്മളൊരു പാട്ടുണ്ടല്ലോ, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ വെച്ചാൽ എല്ലാം ഈശോ നന്മയ്ക്കായിട്ടും അതിന്റെ നടുവിലും ഹല്ലേലൂയ പറയാൻ നമുക്ക് പറ്റും. ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ദൈവം തരുന്ന കുരിശൊക്കെ അത് അനുഗ്രഹത്തിന്റെ കുരിശാണ്. നമ്മൾ ഈ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ടല്ലോ, മറുപുറം ശൂന്യമാണെങ്കിലും നമ്മളെടുക്കുന്ന കുരിശിന്റെ അപ്പുറം കർത്താവുണ്ട്, കൈവിരിച്ച് നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. അപ്പോൾ ആ ഒരു ബോധ്യം നമ്മളെ കുറച്ചുകൂടിയൊക്കെ നന്മയിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. ഇപ്പൊ ജോബിന്റെ കാര്യമൊക്കെ എടുക്കുക. ജോബിന്റെ പുസ്തകത്തിന്റെ അത് ഇന്നും പ്രസക്തമാണ് അല്ലെ, അന്ന് എഴുതപ്പെട്ടതാണെങ്കിലും ഇന്നും പ്രസക്തമാണ്. കാരണം ജോബ് ഒരു നീതിമാനായ മനുഷ്യനെ പിശാച് പ്രലോഭിക്കുന്ന എന്തോ പ്രലോഭനത്തിലാ, സെക്ഷൽ സീൻസ് അല്ല, മറിച്ച് പീഡിപ്പിച്ചുകൊണ്ടാ, ശാരീരികമായിട്ടുള്ള ഒരു കൊടുത്ത്. അപ്പൊ കർത്താവ് പറയുന്നുണ്ട് തള്ളിപ്പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ കർത്താവ് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താ, അവനെ നീ എന്ത് ചെയ്തോ, അവന്റെ ജീവനല്ല, അവൻ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷെ അവൻ ഒരിക്കലും തള്ളിപ്പറയല, അവനെ പരമാവധി പീഡിപ്പിക്കുന്നു, പക്ഷെ ആ മനുഷ്യൻ തിരിച്ചു വരാണ്. അപ്പോൾ ആ ഒരു സഹനമൊക്കെ നമുക്ക് ഇന്നും പ്രസക്തമായ കാര്യമാണ്. എന്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ പറയാൻ പറ്റുന്നത്, കുരിശെടുത്തുകൊണ്ട് ഹല്ലേലൂയ പറയാൻ പറ്റുന്നത്, സഹനം എടുത്തുകൊണ്ട് ഹല്ലേലൂയ പറയാൻ പറ്റുമ്പോൾ അത് അനുഗ്രഹം. നമ്മുടെ സഹനങ്ങൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇവിടെ മഴ പെയ്താൽ അതിൻ്റെ ഉറവ ഉണ്ടാകുന്നത് ചിലപ്പോൾ അപ്പുറമായിരിക്കും. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം തൊട്ടപ്പുറമായിരിക്കും. നീ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം അപ്പുറത്താണ് കിട്ടുന്നത്. നമ്മളെടുക്കുന്ന സഹനവും നമ്മളെടുക്കുന്ന കുരിശും ഒക്കെ ഒരുപാട് പേർക്ക് അനുഗ്രഹമാകുന്നുണ്ട്. അപ്പോൾ നമ്മിലൂടെ വരേണ്ട കൃപ അത് സഹനേറ്റെടുത്താകുമ്പോൾ കുറച്ചുകൂടി അനുഗ്രഹം. ഇപ്പോൾ CCCയിലാണോ അതായത് ഒരു വിശുദ്ധൻ പറഞ്ഞാണോ, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അതിൽ പറഞ്ഞിങ്ങനെയാണ്, ഒരു മനുഷ്യന് ദൈവം മരിച്ചവനെ ഉയർപ്പിക്കാൻ കൊടുക്കുന്ന വരം കൊടുക്കുന്നതിനേക്കാൾ വലുതാണ് ഒരുവന് സഹനം സഹിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതെന്തൊരു ചിന്തയാണ്. മരിച്ചവനെ ഉയർപ്പിക്കാന്നുള്ള ഏറ്റവും വലിയ അത്ഭുതമാണ് ചെയ്യാവുന്നത്. അപ്പം അതിലും വലിയ അത്ഭുതമാണ് ഒരു മനുഷ്യന് സഹിക്കാനുള്ള വരം കിട്ടുക എന്ന് പറഞ്ഞത്. അപ്പോൾ സഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു കൃപയുണ്ട്. കർത്താവിൻ്റെ കുരിശെടുത്ത് ജീവിക്കുമ്പോൾ അതൊരു അനുഗ്രഹമുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, വലിയ സഹനമായിക്കോട്ടെ ചെറിയ സഹനമായിക്കോട്ടെ, നമുക്ക് സന്തോഷത്തോടെ ഏറ്റെടുക്കാം. ആദ്യം പെറുവെറുപ്പുകളൊക്കെ ഉണ്ടാവും, നമ്മൾ മനുഷ്യരായതുകൊണ്ട് പെറുവെറുക്കും. പക്ഷെ ഒരു ബോധ്യം മനസ്സിൽ കിടക്കട്ടെ, എന്തിൻ്റെയും കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും. നീ ഇന്നെടുക്കുന്ന കുരിശ് നിന്റെ മക്കൾക്ക് അനുഗ്രഹമാണ്, നിന്റെ ജീവിത പങ്കാളിക്ക് അനുഗ്രഹമാണ്, ഒരുപക്ഷെ തലമുറകൾക്ക് അനുഗ്രഹമാണ്. നമ്മളൊക്കെ ഇടയ്ക്ക് ചിന്തിച്ചില്ലേ, തലമുറകളെ അനുഗ്രഹിച്ചിട്ടുണ്ട് ദൈവം. അപ്പോൾ സഹനങ്ങളൊക്കെ നമുക്ക് സന്തോഷത്തോടെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം. ഒരു ചെറിയൊരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈ ഒരാഴ്ചക്കാലം നമുക്ക് ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ദൈവമഹത്വത്തിനായിട്ട് സമർപ്പിക്കാം. നമ്മുടെ വിശുദ്ധീകരണത്തിന്, തലമുറകളുടെ വിശുദ്ധീകരണത്തിന്, കുടുംബത്തിന്റെ വിശുദ്ധീകരണത്തിനാകട്ടെ, എല്ലാ ചെറിയ കാര്യങ്ങളും വരും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു ആഴ്ചക്കാലം വലിയൊരു അനുഗ്രഹത്തിന്റെ നാളുകളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.